ഈ എക്സ് മുസ്ലിംസിൻ്റെ പരിപാടി എന്താണ്? എല്ലാ ദിവസവും മുസ്ലിങ്ങളെ ചീത്ത പറയുക, ഭത്സിക്കുക, സാധ്യമാവുന്ന ഏറ്റവും മോശം പദാവലികൾ ഉപയോഗിച്ച് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണല്ലോ, ലോകത്തെങ്ങുമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ലോകത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെയ്ത്താണ്, ഒരു ഫിലോസഫിയാണ്, എല്ലാമാണ്. അതിനെതിരെ ഇങ്ങനെ അവർ സ്വീകരിക്കുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. എല്ലാ കാര്യത്തിലും സ്വീകരിക്കാവുന്നതാണ്. ഇപ്പം ഖുർആനിലെ കോട്ടിങ്സ്, ഹദീസുകളിൽ ചില വാക്കുകൾ എടുക്കുക. നമ്മൾ ഈ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ നമ്മൾ കോട്ടിങ്ങുകൾ എടുത്ത് സാഹചര്യ നിരപേക്ഷമായിട്ട് അത് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്തെ എല്ലാ ടെക്സ്റ്റിൽ നിന്നും നമുക്ക് പലജാതി സാധനങ്ങൾ കിട്ടും. അത് ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും ഏത് ടെക്സ്റ്റിൽ നിന്നാണെങ്കിലും നിങ്ങളൊരു കോട്ട് എടുത്തിട്ട് അത് നിരപേക്ഷമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കും. ഇത് അതുപോലെ ചരിത്ര നിരപേക്ഷമായി, സാഹചര്യ നിരപേക്ഷമായി കാര്യങ്ങളെ എടുക്കുക, എന്നിട്ട് അത് ട്രോൾ ചെയ്യുക, ഭത്സിക്കുക, ചീത്ത പറയുക. മുഹമ്മദ് നബിയെക്കുറിച്ച് മോശമായിട്ടുള്ള ചില വാക്കുപയോഗിക്കുന്നില്ല, വാക്കുപയോഗിച്ച് പരിഹസിക്കുക. നോക്കൂ, അത് മുഹമ്മദ് നബിയുടെ വിവാഹ പ്രായത്തെ മുൻനിർത്തിയാണ്. അത് നമ്മൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് അതിനിതായി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് അത് ബാധകമാവും. മഹാത്മാഗാന്ധി ലോകത്തിൽ ഒരുപാട് ഒരുപാട് മനുഷ്യർക്ക് അത് ബാധകമാവും. അപ്പോൾ ചരിത്ര നിരപേക്ഷമായി, സാഹചര്യ നിരപേക്ഷമായി ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ നിന്നുള്ള പൂർവ്വ ചരിത്രങ്ങളിൽ നിന്നുള്ള സംഗതികൾ എടുക്കുക, എന്നിട്ട് പരിഹാസ വാക്കുകൾ, പരിഹാസ വാചകങ്ങൾ, പരിഹാസമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, എന്നിട്ട് നിരന്തരം ഭത്സിച്ചു കൊണ്ടിരിക്കുക. ഇത് ഏതെങ്കിലും നിലക്ക് ഇപ്പോൾ ഒരാൾ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ്, അയാളിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഈ മുസ്ലിമായി നിൽക്കുന്ന, ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളെ അതിൽ നിന്ന് മാറ്റാനായിരിക്കുമല്ലോ അവർ ചെയ്യാതെ. ഏതെങ്കിലും നിലക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് എൻഗേജ് ചെയ്യുന്നില്ല. ഏതെങ്കിലും നിലക്ക് ഒരു ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധയോ ഒരു ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റോ അതിനകത്ത് നടക്കുന്നില്ല. അതിൽ നടക്കുന്ന ഒരേ ഒരു എൻഗേജ്മെൻറ്റ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് യുക്തിവാദത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു മ്യൂട്ടേഷനിലാണ് ഈ എക്സ് മുസ്ലിം. ആ ഒരു മ്യൂട്ടേഷൻ എക്സ് മുസ്ലിം, പിന്നെ ഹാർഡ് കോർ റൈറ്റ് വിങ്, ഇവരെല്ലാവരുടെയും പൊതുവായ സ്വഭാവം എന്താണ്? ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ലോകത്ത് ക്രൂരന്മാരും പൈശാചികന്മാരുമായിട്ടുള്ള ഭരണകൂടം എന്ന് ലോകത്തെങ്ങുമുള്ള പുരോഗമന സമൂഹം, ജനാധിപത്യ സമൂഹം അടയാളപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇവരുടെ കോമൺ ആയിട്ടുള്ള, ഇവരെല്ലാവരും ഒന്നിപ്പിക്കുന്നൊരു ഘടകം ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യവിരുദ്ധത, രക്തത്തോടുള്ള വെറുപ്പിനോടുള്ള ആദരവ്, ഇതാണ് ഇവരെ യോജിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ ആ വെറുപ്പ് കൺസ്യൂം ചെയ്ത്, വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച്, വെറുപ്പ് കൺസ്യൂം ചെയ്ത് സവിശേഷമായ ഒരു പരിണാമഘട്ടത്തിലെത്തിയ ഒരു മനുഷ്യനാണ് ഈ ഫയാസ് പ്രംജി എന്ന് പറയുന്ന ആൾ. അതിലെ ഒരു തമാശ എന്ന് വെച്ചാൽ ഖോജ കമ്മ്യൂണിറ്റിപ്പെട്ടാണ്. ഈ ഖോജ, ബോറ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റീസ് ഗുജറാത്ത് മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഷിയ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസാണ്. ഇന്ത്യയിൽ നരേന്ദ്രമോദിയായിട്ടും BJP ആയിട്ടും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കമ്മ്യൂണിറ്റീസാണ് ഇവർ. ബോറകളും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അനുരാഗ ബന്ധമാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഈ പണി ഇയാൾ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് റൈറ്റ് വിങ് ഹാൻഡിലുകൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണം. പക്ഷേ അതിലേക്ക് അന്വേഷിക്കുമ്പോഴാണ് ഈ ചങ്ങായിയുടെ ഇവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മനുഷ്യരിൽ വെറുപ്പ് കുത്തി നിറച്ചാൽ സംഭവിക്കുന്ന ഇതാണ്. അത് ഈ പറയുന്ന യുക്തിവാദത്തിൽ നിന്ന് മ്യൂട്ടേറ്റ് ചെയ്ത്, യുക്തിവാദങ്ങളെ കുറിച്ച് ഞാൻ സാധാരണ പറയുന്ന കാര്യമുണ്ട്, പ്രീ ഡിഗ്രിക്കാരൻ്റെ മതമാണ്. ആ കാലം കഴിഞ്ഞിട്ട് ഒരാളത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സാമാന്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഈ നാട്ടിൽ നോർമലായി മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ യുക്തി എന്ന് പറയുന്നൊരു സംഗതി തന്നെ. യുക്തി എന്ന് പറയുന്നത് മനുഷ്യ സംഘാടനത്തിന് വേണ്ടി, മനുഷ്യ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പലവിധ ഉപകരണ സാമഗ്രികളിൽ ഒരു സാമഗ്രി മാത്രമാണ് യുക്തി. യുക്തി കൊണ്ട് മാത്രം മനുഷ്യ ജീവിതം സാധ്യമല്ല. അത് അങ്ങനെ ആയിരുന്നിട്ടില്ല, അങ്ങനെയല്ല, ഇനി അങ്ങനെ ആവുകയില്ല. യുക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപയോഗിക്കുന്ന പല സാമഗ്രികൾ ഒരു സാമഗ്രി മാത്രമാണ്. അപ്പോൾ ആ ഒരൊറ്റ സാമഗ്രി ഉപയോഗിച്ച് ലോകത്തെ മൊത്തം വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ച മഹാസാധുക്കളാണ് യുക്തിവാദികളെന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, പക്ഷെ അതിനൊരു ചരിത്രമുണ്ട്. ഏതോ നിലക്കൊരു ഡിസൻറ്റ്, മതത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് അതിനോട് വിമതത്വം പ്രഖ്യാപിക്കുക, അതിനെ വിമർശിക്കുക. മതവിമർശനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ മതത്തെ തന്നെ നവീകരിക്കാൻ വളരെ പ്രധാനമാണത്. ചരിത്രത്തിൽ അതിന് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് റോളുകൾ ഉണ്ടായിട്ടുണ്ട്. മതവിമർശനം കൂടെ ചേർന്നിട്ട്, ഇപ്പം
മതഗ്രന്ഥങ്ങളിൽ തന്നെ മതവിമർശനങ്ങളുണ്ട്. മതവിമർശകർ ഉന്നയിച്ചിട്ടുള്ള അവരുടെ വിമർശനങ്ങൾ എടുത്തു ചേർത്തിട്ടുണ്ട് മതഗ്രന്ഥങ്ങളിൽ തന്നെ. അപ്പം മതവിമർശനത്തിന് ഒരു റിഫോമിസ്റ്റ് അജണ്ട ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് മാറിയിട്ട് വെറുപ്പുൽപാദനം എന്ന് പറയുന്ന ഒരിതിലേക്ക് വന്നു. അങ്ങനെ അവർ ഉൽപ്പാദിപ്പിച്ച കുറേ അധികം വ്യക്തികളുണ്ട്. അവരാണ് കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ കാർ ഓടിച്ചത്. അതിൽപ്പെട്ട ഒരാളാണ് വിഷഗുളിക. അതിലൊരു അയുക്തികത ആലോചിച്ചു. ഒരു റാലി നടക്കുന്നിടത്ത് ഒരു ചെങ്ങായി വന്നിട്ട് ആളുകൾക്ക് ഗുളിക കൊടുക്കാൻ തുടങ്ങി. ഇത് സംശയിക്കുമെന്ന് അവനൊരു ബോധ്യം വേണ്ടേ? അത്രയും യുക്തി വിചാരമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു മാനസിക പ്രശ്നവുമില്ല. ആ ഒരു മനസ്സിൽ ഇത്രയും 50 കിലോ സിങ്ക് എന്താണ് സിങ്ക് ഫോസ്ഫൈഡാണ്. അത് സംഘടിപ്പിക്കാനൊക്കെ ഇങ്ങനെ സാധിക്കണമെങ്കിൽ അത് ടാബ്ലറ്റിലേക്ക് നിറക്കാനൊക്കെ പറ്റുന്ന അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാളുടെ പ്രശ്നം ഇത് മാത്രമാണ്, വെറുപ്പിനാൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യൻ.